ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനും അമ്മയും മരണം വരെ സംരക്ഷിച്ചോളാമെന്ന് പ്രമാണ വ്യവസ്ഥയിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതോടെ അച്ഛനും അമ്മയും സ്വത്ത് തന്നിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പ്രശ്നം ഓക്കെയാണല്ലോ. അതെ. മാധവേട്ടൻ വരുന്നുണ്ട്. അമ്മേ പറയല്ലേ, ഞാൻ അവിടെ മാറി നിൽക്കാം. ചന്ദ്രു, അച്ഛാ ഓടിക്കളയല്ലേ, ഞാനാ മീനാക്ഷി. അന്ന് മാർക്കറ്റിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മുഖം തരാതെ മുങ്ങിക്കളഞ്ഞു. ഇന്ന് ഞാൻ വിടില്ല. അത് മോളെ, അന്നത്തെ അവസ്ഥ അതായിരുന്നു. അതെ, ഇന്ന് നമുക്ക് രണ്ടാൾക്കുള്ള ഭക്ഷണമായിട്ടാ മീനാക്ഷി വന്നിരിക്കുന്നത്. രണ്ടാളും വന്ന് കൈയഴുകിയിട്ടിരിക്കെ, ഞാൻ വിളമ്പാം. അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ. എന്റെ മരുമോളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടേ ഒരുപാട് നാളായി. നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം. അത് പറ്റില്ല, ആദ്യം അച്ഛനും അമ്മയും കഴിക്കേ. ഞാൻ എന്റെ മനസ്സറിഞ്ഞ് എന്റെ അമ്മായച്ഛനും അമ്മായിയമ്മയ്ക്കും വിളമ്പി തരട്ടെ. ബാ അമ്മ ഇരിക്കെ. അച്ഛാ ഇരിക്കെ. ഇതാച്ചാ. അമ്മേ, എന്താ അമ്മേ കഴിക്കാത്തെ? ഞാനുണ്ടാക്കിയ ആഹാരം ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല മോളെ, ഇഷ്ടം കൂടി പോയിട്ട്. എന്റെ വിനുമോനും കൂടി വേണമായിരുന്നു. അല്ല, എനിക്കില്ലേ മോളെ? നീ ഇവിടെ ഇരിക്കും മോളെ. ശരി, പണത്തിന്റെ കാര്യം അറിയട്ടെ. ഇപ്പൊ പണത്തിന് ചെന്നപ്പോ എന്ത് കള്ളക്കഥയാ നിന്റെ ചേട്ടൻ പ്രകാശൻ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞത് കള്ളക്കഥയല്ല, കാശ് കിട്ടുന്ന ഏർപ്പാടാ. അച്ഛനിപ്പോ സ്വന്തം പേരിൽ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. നല്ല വില കിട്ടുന്ന വസ്തുവാ. ആ വസ്തു അച്ഛന്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ പേരിലേക്ക് എഴുതി മേടിക്കുക. എന്നിട്ട് ആ വസ്തു വിറ്റ് കിട്ടിയ പണം ഞങ്ങക്ക് സ്വന്തമായി വീതിച്ചെടുക്കാമെന്നാ. ആഹാ, അത് കൊള്ളാലോ. ആ വസ്തുവിന് 1.5 കോടി രൂപ വില കിട്ടുമെന്നാ വക്കീല് പറഞ്ഞത്. 1.5 കോടിയൊന്നും വേണ്ട, ഒരു 50 ലക്ഷം ആയിരുന്നാലും മതി. മനോജിന് ഒരു 25 ലക്ഷം രൂപ എന്തായാലും ഷെയർ കിട്ടുമല്ലോ. അത് വെച്ച് ഒരു ബിസിനസ് തുടങ്ങാം. മാധവൻ നായരിൽ നിന്നും ചന്ദ്രികാമയിൽ നിന്നും ഒക്കെ വസ്തു എഴുതി മേടിക്കാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. അതിനുള്ള സാമർഥ്യമൊന്നും മനോജിനില്ല. അച്ഛൻ എന്തെങ്കിലും ഒരു നല്ല മാർഗം പറഞ്ഞു കൊടുത്താലേ കാര്യം നടക്കൂ. ഏറ്റുമോളെ, എല്ലാറ്റിനും മുൻപന്തിയിൽ ഞാനുണ്ടാവും. നിങ്ങൾ രണ്ടാളും ചേർന്ന് വസ്തു എഴുതി വാങ്ങാനുള്ള ഏർപ്പാട് നോക്ക്. ഓ പിന്നെ എല്ലാവരും കൂടി എടുത്തു പിടിച്ചങ്ങോട്ട് ചെല്ലാനും മാധവനും ചന്ദ്രികയും കൂടി വസ്തു എഴുതി കൊടുക്കാനും ഉടനെ എങ്ങും നടക്കുന്ന കാര്യമല്ല. കാരണാരാ, മാധവനും ചന്ദ്രികയ്ക്കും ഇനിയുള്ള കാലം ചുരുണ്ട് കിടക്കണ്ടേ? അതുകൊണ്ട്
രണ്ടുപേരുടെ മരണശേഷമേ വസ്തുവിന്റെ അവകാശം എഴുതി കൊടുക്കാൻ പോകുന്നുള്ളൂ. അവർക്കാണെങ്കിൽ ഈയിടെ എങ്ങും ചാക്കാലേ ഇല്ല. അപ്പൊ മനോജിന്റെ ബിസിനസ് കാര്യം കൃഷ്ണ രാമ ഗോവിന്ദ. വയസ്സാം കാലത്ത് തന്തയും തള്ളയും സങ്കടപ്പെടുത്തുന്നത് അത്ര നല്ലതൊന്നും അല്ല. ചുമ്മാ ഇരിക്കടി. എന്ത് നല്ല കാര്യത്തിനിടയിലും ഇടംകോലുമായിട്ട് വന്നോളും. മനോജെ, അച്ഛന്റെ അമ്മയുടെയും കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് ഒരു ബിസിനസ്സിന് ഇറങ്ങിയാലും അത് വിജയിക്കൊന്നുമില്ല. പേടിക്കണ്ടമ്മേ, അച്ഛനും അമ്മയും മരണം വരെ സംരക്ഷിച്ചോളാമെന്ന് പ്രമാണ വ്യവസ്ഥയിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതോടെ അച്ഛനും അമ്മയും സ്വത്ത് തന്നിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പ്രശ്നം ഓക്കെ ആണല്ലോ. അതെ, ദേ, ഒപ്പിട്ട് കൊടുത്താൽ മാത്രം പോരാ, സംരക്ഷിക്കുകയും വേണം. വാക്കു പാലിക്കണം മോനെ. പിന്നൊരു കാര്യം, നിനക്ക് കിട്ടാൻ പോകുന്നത് പ്രകാശന്റെ ഔദാര്യമല്ല, നിന്റെ അവകാശമാ. അതുകൊണ്ട് മാധവനെ പറ്റിച്ച് പ്രകാശ് വാങ്ങിയ പണം നീ വേറെ വാങ്ങിയിരിക്കണം. അതും വസ്തു വിറ്റ പണവും തമ്മിൽ ഒരു കാരണവശാലും കൂട്ടിക്കുഴയ്ക്കാൻ നോക്കരുത്. ഇല്ല ശ, ആ പണം വേറെ തന്നെ വാങ്ങിയിരിക്കും. വാ. ഹാപ്പി കപ്പിൾസ്. ഒരു തരം ഞാണിമേക്കളിയാണ് കരുണാകര. പിടി കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിലേ ഠിം താഴെ കിടക്കും. കഷ്ടം. ഇതാരാ, സുചിത്ര എടുത്തിയോ? ആഹാ, നാത്തൂന് ഈ വഴിയൊക്കെ മറന്നോ? എന്താ സുചിത്ര എടുത്തി, പുതിയ വീട്ടിലേക്ക് മാറിയിട്ടും ചേച്ചിയുടെ മുഖത്തൊരു തെളിച്ചില്ലാത്തെ? സ്വന്തം വീട് വേണ്ടായിരുന്നു, വാടകയ്ക്കാണെങ്കിലും ഈ പഴയ വീടായിരുന്നു എല്ലാം കൊണ്ടും ഭേദം. അച്ഛനും അമ്മയും വന്ദനയും വർഷയൊക്കെ ഉള്ളപ്പോ സുഖമായാലും ദുഃഖമായാലും അതൊക്കെ പങ്കിട്ട് പോകുമായിരുന്നു. ഇപ്പോ സങ്കടങ്ങൾ പങ്കിടാൻ ആരുമില്ല. മൊത്തത്തിൽ ഏറ്റുവാങ്ങാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്താ പ്രശ്നം? എന്റെ ഭർത്താവിന് എപ്പോഴും കണക്ക് കൂട്ടലുകളും ആലോചനകളും. എന്നിട്ട് ഓരോ കാര്യങ്ങളിൽ ചെന്ന് ഇടപെട്ടാലോ കിട്ടുന്നതെല്ലാം തിരിച്ചടികളായിരിക്കും. അങ്ങാടി തോറ്റതിന് അച്ചിയോടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എല്ലാ തിരിച്ചടികളുടെയും ദേഷ്യവും സങ്കടവും തീർക്കുന്നത് ഭാര്യയായ എന്നോടും. ജീവിതം വല്ലാതെ മടുത്തുപോയി വന്ദനെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുചിത്രേ. അച്ഛനമ്മ മരണം ശാപദോഷം എന്ന് പറയുന്നതേ അത്ര നിസ്സാര കാര്യമൊന്നും അല്ല. അവരെ ദ്രോഹിച്ചും പറ്റിച്ചും വശം കെടുത്തിട്ടും അല്ലേ പുതിയ വീട് വെച്ച് മാറിയത്.